ഞാൻ ഒരു വീഡിയോ നിങ്ങളുടെ മുൻപാകെ ആദ്യം ഒന്ന് പ്രസൻറ്റ് ചെയ്യുകയാണ്. ആ വീഡിയോയ്ക്ക് ശേഷം ആ വീഡിയോയോട് ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രതികരണം, ഒരു മറുപടി നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. അവിടെ 15-ാം വാക്യത്തിൽ അങ്ങനെ പറയുന്നത്, അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അതെന്താ? മുലപ്പാലില്ലാഞ്ഞതുകൊണ്ട്. അതെന്നാ? കന്യകയായതുകൊണ്ട്. കന്യക ഗർഭിണിയായ മകനെ പ്രസവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരുടെയും പാല് കുടിച്ച് വളർന്നതല്ല കർത്താവ്. പോരാ പോരാ പോരാ. ഞാൻ പറയാൻ വരുന്ന പ്രത്യേകമായ ഭാഗം ആദ്യം ഒന്ന് കേൾപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതിൻ്റെ അതിൻ്റെ ആ ഒരു എൻറ്റയർ പാസേജ് ഞാൻ വീണ്ടും ഒന്നുകൂടി അവതരിപ്പിക്കാം. ഈ ഭാഗത്ത് കർത്താവദാസൻ ലാസർ മാത്യു പാസ്റ്റർ പറയുന്നത്, അവൻ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രാപ്തിയാകും വരെ എന്ന യെശയ്യാ പ്രവാചകൻ 7-ാം അധ്യായത്തിൽ 14, 15, 16 വാക്യങ്ങളുടെ ഒരു കോണ്ടെക്സ്റ്റിൽ പ്രവചിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ പ്രവചനവാക്യം എഴുതി ചേർത്തിരിക്കുന്ന വസ്തുതകളിൽ നിന്നുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു മറിയയുടെ മുലപ്പാൽ കുടിച്ചിട്ടില്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടുവരികയും, ഈ മുലപ്പാൽ കുടിച്ചാൽ അതുകൊണ്ട് കർത്താവിനെ നമ്മെ രക്ഷിക്കാൻ കഴിയാതെ പോകുമായിരുന്നു എന്ന തരത്തിലുള്ളൊരു ആശയം കൊണ്ടുവരികയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ വിഷയത്തിനകത്തുള്ളൊരു കൃത്യമായി എന്താണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് തന്നെയാണോ ഇതിൻ്റെ അർത്ഥം എന്നതൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ആദ്യം ആ ഒരു പർട്ടിക്കുലർ പാസേജ് കാണിച്ചത് ഈ വിഷയത്തിലാണ് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. ആ എൻറ്റയർ പാസേജ് അദ്ദേഹം എന്താണ് പറയുന്നുള്ളത് ഞാനൊന്നുകൂടി, മുഴുവൻ കൺവെൻഷൻ പ്രസംഗമല്ല, അത് പോസിബിൾ അല്ല, ആ ഭാഗം ഞാനൊന്ന് വീണ്ടും കാണിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മറുപടി എന്താണ് ഈ വാക്യത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്നത് നമുക്കൊന്ന് ചിന്തിക്കാം. പ്രവചനം 7-ാം അധ്യായം 14-ാമത് വാക്യം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം തരും. അതെന്നാ? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. ഇങ്ങനൊരു ചരിത്രം ക്രിസ്തുവിന്റെ ചരിത്രത്തിലല്ലാതെ ആർക്കും പറയാനില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ, ഞങ്ങള് അവനെ കൂടെ ഒന്ന് ആരാധിക്കട്ടെ. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ സ്വീകരിക്കുവാൻ പ്രായമാകും വരെ. അവിടെ 15-ാം വാക്യത്തിൽ അങ്ങനെ പറയുന്നത്, അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. അതെന്താ? മുലപ്പാലില്ലാഞ്ഞതുകൊണ്ട്. അതെന്നാ? കന്യകയായതുകൊണ്ട്. കന്യക ഗർഭിണിയായ മകനെ പ്രസവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആരുടെയും പാല് കുടിച്ച് വളർന്നതല്ല കർത്താവ്. പോരാ പോരാ പോരാ. ഹല്ലേലൂയ. യേശുക്രിസ്തു കന്യകമറിയാമിന്റെ മുലപ്പാൽ കുടിച്ച് വളർന്നിരുന്നെങ്കിൽ ആ രക്തം എന്നെ വീണ്ടെടുക്കാൻ കൊള്ളത്തില്ല. മനസ്സിലായോ പറഞ്ഞത്? ആരുടെയും രക്തത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ രക്തം എൻ്റെ യേശുവിന്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ടാ വിളിച്ചു പറഞ്ഞത്, അവന്റെ രക്തം പുണ്യാഹ രക്തമാണ്, വിലയേറിയ രക്തമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവൻ പാല് കുടിച്ച് വളർന്നതേ അല്ല. പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് കേട്ടോ, അവൻ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കർത്താവദാസൻ പാസ്റ്റർ ലാസർ മാത്യു പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ കേട്ടല്ലോ. ഞാൻ ഈ വീഡിയോയ്ക്ക് മറുപടി പറയുമ്പോൾ, അതേപോലെ തന്നെ ഇതിനെ എടുത്തിരിക്കുന്ന ഭാഗം യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14, 15 വാക്യങ്ങൾ, അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യമേ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഇത് ലാസർ മാത്യു പാസ്റ്റർ വലിയൊരു അബദ്ധം പറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വെല്ലുവിളിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എഴുത്താനുള്ള ഒരു വീഡിയോ അല്ല. കാരണം ഇത് അദ്ദേഹം അല്ലാതെ ഒത്തിരി പേര് പെന്തക്കോസ്റ്റിൽ നിന്നും അല്ലാതെയൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്, എഴുത്തുകളിലും കമൻറ്റുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് മറുപടി പറയുന്നതിൻ്റെ റീസൺ, ഇതൊരു പൊതു സമൂഹത്തിൽ കർത്താവദാസൻ സൈമൺ പാസ്റ്ററൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഒരു വലിയ ഒരു ക്രൂസൈഡ് പോലെ, വെൺമണി ക്രൂസൈഡിൽ അവതരിപ്പിച്ചതായതുകൊണ്ടും മാത്രമല്ല, ഇതൊരു അബദ്ധം പറഞ്ഞിരിക്കെ ആ അബദ്ധത്തിന് ചിലരവിടെ സ്തോത്രം പറയുന്നു, അത് പോരാ, സ്തോത്രമൊന്നും പോരാ എന്നൊരു കമൻ്റ് കൂടെ വരികയും
വീണ്ടും പറഞ്ഞ ഹല്ലേലിയൊക്കെ പറയും. അബദ്ധത്തിൻ്റെ സ്തോത്രവും ഹല്ലേലിയും പറയുന്ന അല്ലെങ്കിൽ പറയിപ്പിക്കുന്ന രീതി അവിടെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിനകത്ത് ഇതിൻ്റെ യഥാർത്ഥ കോണ്ടെക്സ്റ്റ് എന്താണ്, അർത്ഥം എന്താണ് എന്നുള്ളത് ചിലർക്കെങ്കിലും, എന്ന് പറഞ്ഞാൽ സുബോധത്തോടെയും ദൈവവചനത്തിൻ്റെ കോണ്ടെക്സ്റ്റിലും ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ചിലർക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ വിഷയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അതിനു മുമ്പ് ആദ്യം തന്നെ ഈ യെശയ്യാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വേദഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാപ്രവചനം 7-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ് ആദ്യത്തേത്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ഈ 2 വാക്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ ഇതിൻ്റെ മുൻപും പിൻപുമുള്ള കുറച്ച് വാക്യങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ എന്താണ് ഇതിൻ്റെ കൃത്യമായ അർത്ഥം എന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. 14-ാം വാക്യത്തിൽ പറയുന്നത്, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇതാണ് 14-ാം വാക്യത്തിൽ പറയുന്നത്. ഇതിന് തുടർച്ചയായി 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് തോന്നാവുന്ന ഒരു കാര്യം, അത് തന്നെയാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും എന്ന് പറയുന്ന ഭാഗം. അപ്പം ഇത് ആദ്യം പറഞ്ഞിരിക്കുന്നതിൻ്റെ കണ്ടിന്യൂ ആയിട്ട് വരുന്ന ഒരു ഭാഗമായി നമുക്ക് തോന്നുന്നതുകൊണ്ട് ഇത് രണ്ടും ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നതെന്ന് കരുതാൻ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതാരെക്കുറിച്ചാണ് പറയുന്നത്, എങ്ങനെയാണ് ഈ പ്രവചനം ക്രിസ്തുവിൽ കണക്റ്റ് ആകുന്നത്, അല്ലെങ്കിൽ ഈ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആരെക്കുറിച്ച്, 14-ാം വാക്യം എങ്ങനെ ക്രിസ്തുവിനെ കുറിച്ചാകും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ വേദഭാഗം നമുക്ക് എങ്ങനെയെങ്കിലും വായിച്ചു വരുമ്പോൾ ഒരല്പമെങ്കിലും ഒന്ന് ചിന്തിക്കാൻ, അല്ലെങ്കിൽ അതിനകത്ത് എന്തോ ചിന്തിക്കാനുണ്ട് എന്ന് വരുന്നൊരു ഭാഗമുണ്ടെങ്കിൽ നമ്മളപ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റ് കൃത്യമായി പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്യണം. യെശയ്യാപ്രവചനം 7-ാം അധ്യായത്തിൻ്റെ ആദ്യം വായിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഉസിയാവിൻ്റെ മകനായി യോഥാമിൻ്റെ മകനായി യഹൂദ രാജാവായ ആഹാസിൻ്റെ കാലത്ത് അരാമ്യ രാജാവായ രെസീനും രമല്യാവിൻ്റെ മകനായി ഇസ്രായേൽ രാജാവായ പേക്കഹും യെരുശലേമിൻ്റെ നേരെ യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു. അതിനെ പിടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല താനും. അപ്പം ഈ പ്രവചനത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അന്നേരം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം, യഹൂദ രാജാവായ ആഹാസിൻ്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ രാജാവായ പേക്കഹും ഇസ്രായേൽ രാജാവ് യഹൂദയെ തോൽപ്പിക്കാൻ വേണ്ടി കൂട്ടുപിടിച്ചിരിക്കുന്ന അരാം രാജാവായ റെസീനും കൂടെ ചേർന്ന് ഇവർ യഹൂദയ്ക്ക് നേരെ യുദ്ധത്തിന് വരുമ്പോൾ ഈ യഹൂദയോട് പറയുന്നത്, അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഈ അരാമിനോട് സഖ്യം ചെയ്യാൻ പോയ ഇസ്രായേലിൽ എഫ്രൈം ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. അപ്പോൾ എഫ്രൈമും അതേപോലെ തന്നെ അരാമും കൂടെ ചേർന്ന് യഹൂദയ്ക്കെതിരെ യുദ്ധത്തിന് വരിക. അപ്പോൾ യുദ്ധത്തിന് വരുമ്പോൾ യഹൂദയ്ക്കൊരു മറുപടി കിട്ടുമ്പോൾ ആ മറുപടിക്കകത്ത് പ്രധാനമായി പറയുന്നൊരു വസ്തുത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇസ്രായേലിനെതിരെ അശൂർ ഒരു വലിയ കെണിയായി തരും. പക്ഷേ ഈ അശൂർ ഇസ്രായേലിനെതിരെ കെണിയാകുമ്പോൾ തന്നെ ഈ അശൂരിനെ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ വേണ്ടി കൂട്ടുപിടിച്ചിരിക്കുന്ന യഹൂദയ്ക്കും ഇതൊരു വലിയ ബാധയായി തീരും. അപ്പം ഭാവി കാലത്ത് യഹൂദയുടെ മേൽ അശൂർ ഒരു വലിയ കെണിയായി തീരും. പ്രസന്റ് ടൈമിൽ ഇസ്രായേലും അരാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ, ഇവർ രണ്ടും വെല്ലുവിളിയായും പ്രതിസന്ധിയായും നിൽക്കുകയാണ്. ഇവിടെ യഹൂദയ്ക്ക് ആ സമയത്ത് അവരുടെ മുൻപിൽ വെല്ലുവിളിയായി നിൽക്കുന്ന അരാം കൂട്ടുപിടിച്ചിരിക്കുന്ന എഫ്രൈമിനെ വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഇസ്രായേൽ തന്നെ വിളിക്കാം. ഇവർ രണ്ടും, ഈ 2 രാജാക്കന്മാർ യഹൂദയ്ക്ക് നേരെ വരുമ്പോൾ യഹൂദയോട് യഹൂദയുടെ രാജാവായിരിക്കുന്ന ആഹാസിനോട് യെശയ്യാപ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ദൈവം നിങ്ങൾക്കൊരു അടയാളം തരും. അതുകൊണ്ട് എന്ന് ചോദിച്ചിട്ട്, അപ്പോൾ ഈ പ്രസംഗം നടന്ന സമയത്ത് എന്തുകൊണ്ട് എന്ന് ഈ വാക്യം വായിക്കുമ്പോൾ ലാസറി മാത്യു പാസ്റ്റർ ഈ പ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട്. പക്ഷേ എന്തുകൊണ്ട് എന്നത് പറയുന്നില്ല, എന്തുകൊണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ വേറൊരു വഴിക്ക് പോവുക ചെയ്തത്. എന്തുകൊണ്ട് എന്നത് ആ വാക്യത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് പഠിച്ചാൽ കൃത്യമായി ഈ തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രാപ്തിയാകുന്ന ബാലൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാനിതിൻ്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളി ചെയ്തതെന്നാൽ, അതായത് യഹൂദയ്ക്ക് നേരെ ഇസ്രായേലും അരാമും യുദ്ധത്തിന് വന്നപ്പോൾ, അത് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാജാക്കന്മാർ യുദ്ധത്തിന് വന്നപ്പോൾ യഹോവ യെശയ്യാവിനോട് അരുളി ചെയ്തതെന്നാൽ, നീയും നിന്റെ മകൻ ശെയാർ-യാശൂബും അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കൽ മേലെ കുളത്തിൽ നീർപ്പാത്തിയുടെ അറ്റത്ത് ആഹാസിനെ എതിരേൽപ്പാൻ ചെന്ന് അവനോട് പറയുക. അതായത് യെശയ്യാവിനോട് ദൈവം ഒരു കമാൻഡ് കൊടുത്തു, നീയും നിന്റെ മകനും കൂടി ചെന്ന്, അവിടെ ഒരു അലക്കുകാരൻ എന്ന് പറഞ്ഞിരിക്കുന്ന അലക്കുകാരൻ്റെ വയൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്പേസ് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ആ വയലിൻ്റെ പെരുവഴിക്കൽ മേലേക്കുളത്തിൻ്റെ നീർപ്പാത്തിയുടെ അറ്റത്ത് നിന്ന്
ആഹാസിനെ എതിരേറ്റ് നിന്ന് അവനോട് എന്ത് ചെയ്യണം? പ്രവചനം പറയണം. അപ്പോൾ ഈ യെശയ്യാവ് പോയി ഈ പ്രവചനം പറയുമ്പോൾ യെശയ്യാവിൻ്റെ കൂട്ടത്തിൽ യെശയ്യാവിന് എന്തുണ്ട്? ഒരു കുഞ്ഞുണ്ട്. യെശയ്യാവിൻ്റെ കുഞ്ഞിനെ കൊണ്ടാണ് യെശയ്യാവ് അവിടെ പോയി നിന്ന് പ്രവചിക്കുന്നത്. ഇനിയും അവിടെ നിന്നുകൊണ്ട് യഹൂദയ്ക്ക് നേരെ വരുന്ന വെല്ലുവിളിയെയും, അതായത് ഇസ്രായേലിൽ നിന്നും അരാമിൽ നിന്നും വരുന്ന വെല്ലുവിളിയെയും, 2 ഇതിന് ദൈവം കൊണ്ടുവരുന്ന പ്രതിവിധിയും, ഈ പ്രതിവിധി കൂടാതെ ദൈവത്തിൽ നിന്നൊരു മറുപടി കിട്ടും എന്നത് ദൈവം പറയുമ്പോൾ അതുകൂടാതെ മാനുഷികമായി അശൂരിനെ ആശ്രയിക്കുന്ന യഹൂദയുടെ ദൈവനിന്ദാപരമായ അല്ലെങ്കിൽ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദത്തങ്ങളോ പ്രോമിസ് അല്ലെങ്കിൽ എന്താ പറയുന്നത് പരിഹാരങ്ങളോ അതിനകത്ത് ട്രസ്റ്റ് ചെയ്യാതെ വിശ്വസിക്കാതെ അശൂരിനെ കൂട്ടുപിടിക്കുമ്പോൾ അശൂരിനാലും ഇവർക്ക് നാളുകൾ ഉണ്ടാകാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് ഇവിടെ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ബാധകളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചുമാണ് ഈ പുസ്തകം മുഴുവൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവിടെ അശൂരിൻ്റെ മുമ്പിൽ ഇസ്രായേലിനെതിരെ സഹായത്തിനായി ചെന്ന് കൈനീട്ടി നിൽക്കുന്ന ആഹാസിനോട് അല്ലെങ്കിൽ യഹൂദയോട് അവരുടെ പാപം ഓർമ്മിപ്പിക്കുമ്പോൾ അന്നേരം ആഹാസ് വെറുക്കുന്ന 2 രാജാക്കന്മാരെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഒന്ന് ഇസ്രായേൽ അഥവാ എഫ്രൈമിൻ്റെ രാജാവ്, അതേപോലെ തന്നെ അതായത് പേക്കഹ്, അതേപോലെ തന്നെ അരാമിൻ്റെ രാജാവ് രസീൻ. ഈ 2 പേരുണ്ട്. ഈ 2 പേർക്കും രാജ്യം നഷ്ടമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവരുടെ ദേശം നഷ്ടമാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഹൂദ അതേപോലെ തന്നെ അശൂർ ഇവർ 2 പേരും കൂടി ഒരുമിച്ച്, അതായത് ഇസ്രായേലും അരാമും ഒരുമിച്ച് യഹൂദയെ ആക്രമിക്കാൻ വന്നപ്പോൾ യഹൂദയും അശൂരും ചേർന്ന് അവരെ തിരിച്ചാക്രമിച്ചു. അങ്ങനെ ഒരു വലിയ സംഹാരം അവിടെ ഉണ്ടായി. ഇസ്രായേൽ മക്കൾ ഒരുപാട് പേർ അടിമത്തത്തിൽ പിടിക്കപ്പെട്ടു. അവിടെ ഒരു വലിയ സംഹാരം നടന്നു. 1,20,000-ഓളം പേർ അവർക്കിടയിൽ കൊല്ലപ്പെട്ടു. മാത്രമല്ല 2 ലക്ഷത്തോളം ആളുകൾ അവർക്കിടയിൽ നിന്ന് അടിമകളായി പിടിക്കപ്പെട്ടു കൊണ്ടുപോയി. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ആശ്രയിച്ച കൊമ്പായ, അല്ലെങ്കിൽ ഇവിടെ അതിനകത്ത് വേറെ വേർഡ് പറഞ്ഞിട്ടുണ്ട്, മുറിക്കൊള്ളികൾ എന്നാണ് അവരെ പറഞ്ഞിരിക്കുന്നത്. അതായത് യഹൂദയ്ക്ക് നേരെ വന്നിരിക്കുന്ന മുറിക്കൊള്ളികൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് 2ഉം ഛിന്ന ഭിന്നമാവുകയും നശിക്കുകയും അതിൽ ഇസ്രായേൽ ഒരു വലിയ പ്രവാസത്തിലേക്ക്, അടിമത്തത്തിലേക്ക് അനേകം ആളുകൾ പോവുകയും അനേകം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ഇനി ടൈമാണ് വിഷയം. ഈ ഇസ്രായേലിൽ നിന്ന് സംഭവിക്കുന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന സമയമാണ് വിഷയം. ഈ സമയത്തെ ചൂണ്ടിക്കാണിക്കുന്നതിനാണ് യെശയ്യാവിൻ്റെ കുഞ്ഞിനെ അവിടെ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിക്കപ്പോഴും ദൈവം ഇസ്രായേലിന് റെമഡി അല്ലെങ്കിൽ വാഗ്ദത്വത്തിൻ്റെ ഫുൾഫിൽമെൻറ്റ്, പരിഹാരം ഇവ നിർദ്ദേശിക്കുമ്പോൾ ഈ പ്രവചനങ്ങൾക്ക് ഇമ്മിനൻ്റ് ആയിട്ടുള്ള ഒരു പരിഹാരവും ഭാവി കാലത്ത് ഇറ്റേണലായി നടക്കുന്ന ഒരു പരിഹാരവും മിക്കപ്പോഴും ഇവിടെ പ്രവചനങ്ങൾ കണക്ട് ചെയ്തു പോകാറുണ്ട്. അത് ഒരു വാക്യത്തിൽ തന്നെ 2 പദങ്ങളാലൊക്കെ 2 കാലഘട്ടങ്ങളിലെ അതാണ് പ്രസാദ വർഷവും പ്രതികാര ദിവസവും ഒരുമിച്ച് വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർക്ക് ഇറ്റേണലി വരാനിരിക്കുന്ന ഒരു റെമഡിയാണ്. അതായത് അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു സൈൻ, അതേപോലെ തന്നെ കിട്ടാവുന്ന ഒരു റെമഡി. ഇതാണ് 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ തൊട്ടടുത്ത വാക്യം 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരുടെ ആ റീസെൻറ്റ് ടൈമിൽ ഉണ്ടാകാവുന്ന ഒരു റെമഡിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം നിങ്ങൾക്കൊരു അടയാളം തരും. ആ അടയാളം കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഇമ്മാനുവേലിൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അതിന് തൊട്ടു മുകളിൽ 3-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചതുപോലെ ഷെയാർ-യാശൂ എന്ന് പറയുന്ന തൻ്റെ മകനുമായി അലക്കുകാരൻ്റെ നീർപ്പാത്തിയുടെ അരികിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുമ്പോൾ, ആഹാസിനോട് ദൂത് വിളിച്ചു പറയുമ്പോൾ തൻ്റെ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ്, ഈ മകന് തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രാപ്തിയാകുന്നത് വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. എന്നിട്ട് അവിടെ അത് തീരുകയല്ല, 15-ാം വാക്യത്തിൽ അത് തീരുകയല്ല, 16-ാമത്തെ വാക്യം വായിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ഇങ്ങനെയാണ്. 15-ാം വാക്യവും 16-ാം വാക്യവും ഞാൻ ഒന്ന് വായിക്കാം, ശ്രദ്ധിക്കുക. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായമാകും മുൻപേ നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. എന്നിട്ട് പിന്നെ അശൂർ തുടങ്ങിയ ബാധകളെക്കുറിച്ച് പിന്നീട് അത് കണ്ടിന്യൂ പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ് താഴോട്ട്. അപ്പോൾ ഇതാണ് സംഭവം. അതായത് ബാലന് പ്രായമാകുന്നതിന് മുൻപ് നീ വെറുക്കുന്ന 2 രാജാക്കന്മാരുടെ ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും എന്ന് പറയുന്നത് ഇസ്രായേലിനും അതേപോലെ തന്നെ അരാമിനുമെതിരെ ഉള്ള ഒരു ശിക്ഷ മാത്രമല്ല, പിന്നീട് ഇവൻ ആശ്രയിച്ചിരിക്കുന്ന അശൂരിന് വരുന്ന ശിക്ഷ. ഈ കാര്യങ്ങളെക്കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ടേം നമുക്ക് എടുക്കാം, തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? കാരണം ആ വിഷയം എടുത്താണല്ലോ ഒരു തെറ്റിദ്ധാരണ വന്നിരിക്കുന്നത്. ഇസ്രായേൽ ഏർലി പീരീഡിലുണ്ടായിരുന്ന അവരുടെ കുഞ്ഞുങ്ങളെ അവർ പോഷിപ്പിക്കുന്ന, ആന്തരികമായും ബാഹ്യമായും അവരെ പോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ പുഷ്ടിപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ഭക്ഷണ പദാർത്ഥത്തിന്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൻ്റെ ഒരു ക്രമീകരണമായിരുന്നു കുഞ്ഞുങ്ങളിൽ അവർ ആ ശൈശവാവസ്ഥയിൽ നിന്ന് ബാല്യാവസ്ഥയിലേക്ക് വരുമ്പോൾ അവരെ തൈര് കൊണ്ടും തേൻ കൊണ്ടും പുഷ്ടിപ്പെടുത്തുക എന്നുള്ളത് ഒരു ഇസ്രായേലി ഭക്ഷണ രീതിയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി.
തേൻ അവർക്ക് ആന്തരികമായ ഒരു വലിയ പക്വതയും ആരോഗ്യവും ഒക്കെ കൊടുക്കുന്നു എന്നതും, അതേപോലെ തന്നെ തൈര് അവർക്ക് ആന്തരികവും ബാഹ്യവുമായ പുഷ്ടി കൊടുക്കുന്നു എന്നതുമാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് അത്രയും ആരോഗ്യകരമായ ഒരു ഭക്ഷണ സംവിധാനം. ഈ തൈരെന്ന് പറയുന്നത് കേവലം തൈര് മാത്രമല്ല, കൂടാതെ അതിനോട് ബന്ധപ്പെട്ട് പാലുൽപ്പന്നങ്ങൾ എല്ലാം അതിനകത്ത് വരുന്നതാണ്. പാലുൽപ്പന്നങ്ങളായിട്ട് പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതിനകത്ത് തൈര് ഒരു പ്രധാന ഘടകമായതുകൊണ്ട് അത് അഡ്രസ്സ് ചെയ്തു എന്ന് മാത്രം. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈരും തേനും കൊണ്ട് ഉപജീവിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളെ അവർ പോറ്റി പുലർത്തുന്ന ഒരു പ്രായം. ആ പ്രായം എന്ന് പറയുന്നത് ഒരു ഏകദേശ ധാരണ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 5 മുതൽ 10 വയസ്സ് വരെയുള്ള, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അതിനിടയിൽ പ്രായമുള്ള സമയത്ത് ഈ കുഞ്ഞുങ്ങൾ ഒരു പക്വതയിലേക്ക്, ഒരു തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കാൻ പറ്റും. തിന്മ തള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായതിനെ തള്ളി നല്ലതിനെ തിരഞ്ഞെടുക്കുക, അപകടകരമായതിനെ തള്ളി സേഫായതിനെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ അയോഗ്യമായതിനെ തള്ളി യോഗ്യമായതിനെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ നിർഗുണമായതിനെ തള്ളി ഗുണമായതിനെ തിരഞ്ഞെടുക്കുക. ഇങ്ങനെയുള്ള ഒരു പക്വതയിലേക്ക് കുഞ്ഞു വരുന്നതിന് മുൻപേ ഈ 2 രാജാക്കന്മാരുടെയും ദേശം ഉപേക്ഷിക്കപ്പെട്ടിരിക്കും, തകർക്കപ്പെട്ടിരിക്കും. ദൈവത്തിൻ്റെ വിധി വെളിപ്പെടും. അതിന് അശൂരിനെയും ദൈവം ഉപയോഗിക്കും. പിന്നീട് ഈ അശൂർ, നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാതെ അശൂരിലേക്ക് ആശ്രയം വയ്ക്കുന്നത് കൊണ്ട് അശൂരിനാൽ നിങ്ങൾക്കും ദോഷം സംഭവിക്കും എന്നാണ് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറയാതെ പോയാൽ ഈ ഭാഗം പൂർത്തിയാകത്തില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ മറിയയുടെ മുലപ്പാൽ അല്ലെങ്കിൽ തൻ്റെ മാതാവിൻ്റെ മുലപ്പാൽ കുടിച്ചിട്ടില്ല എന്ന ഈ അവകാശവാദം വാസ്തവത്തിൽ സോറ്റീരിയോളജിയോട് കണക്ട് ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ പ്രോബ്ലം. രക്ഷാശാസ്ത്രത്തോട് കണക്ട് ചെയ്യുന്നിടത്താണ് ഇവിടെ പ്രോബ്ലം. കുടിച്ചിട്ടില്ലെങ്കിൽ ഇല്ല, നമുക്കറിയത്തില്ല. കുടിച്ചെന്നും കുടിച്ചിട്ടില്ലെന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. യശയാപ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം തൻ്റെ മകനെ കുറിച്ചുള്ളതാണ്, കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതല്ല. ഇനി മാതാവിൻ്റെ മറിയ എന്ന നമ്മളെല്ലാം ബഹുമാനിക്കുന്ന മാതാവിൻ്റെ ഉദരത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനം ഉണ്ടാകുമ്പോൾ ആ കർത്താവിന് കുടിക്കാൻ മുലപ്പാൽ കൊടുത്താൽ അത് തന്നിൽ കൂടെ ഉണ്ടാകേണ്ട രക്ഷയെ ബാധിക്കും എന്ന് പറയുന്ന ചിന്താഗതി വികലമാണ്. അത് രക്ഷാശാസ്ത്രത്തോടോ അതേപോലെ തന്നെ ദൈവശാസ്ത്രത്തോടോ ക്രിസ്തുശാസ്ത്രത്തോടോ യോജിക്കുന്ന ഒരു വസ്തുതയുമല്ല. അങ്ങനെ ഒരു ടേമും പുതിയ നിയമത്തിൽ നിന്നോ അപ്പോസ്തലന്മാരിൽ നിന്നോ നമുക്ക് ലഭിച്ചിട്ടില്ല. കർത്താവായ യേശുക്രിസ്തു ശൈശവാവസ്ഥയിലായിരിക്കും, കുഞ്ഞായിരിക്കുമ്പോൾ കുടിച്ചാൽ അതുകൊണ്ട് തൻ്റെ രക്തം പാവമെങ്കിലുമാകും എന്ന് ചിന്തിക്കേണ്ട കാര്യവും ഇല്ല. അത് ബിബ്ലിക്കലിയും ഇല്ല, സയൻറ്റിഫിക്കലിയും ഇല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, രക്ഷാശാസ്ത്രവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യത്തെ എടുത്തുകൊണ്ട്, അതായത് മറിയയുടെ മുലപ്പാൽ കുടിച്ചാൽ അത് രക്തം അശുദ്ധമാകുന്ന രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് വിഡ്ഢിത്തമാണ്. ബൈബിളിൽ നമുക്ക് അവിശ്വസനീയമാവണ്ണം, അത്ഭുതമാവണ്ണം, അടയാളമാകും വണ്ണം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സെൻറ്റൻസ്, വേർഡ്, കൃത്യമായിട്ട് തിയോളജി സ്ഥാപിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും, അതായത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഒരു പുരുഷൻ അവിടെ പിതാവായിട്ടില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവൃത്തിയായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് വിശുദ്ധ തിരുവെഴുത്തിൽ അനേകം വാക്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, ഈ പ്രവചന വാക്യമടക്കം. എന്നാൽ മുലപ്പാൽ കുടിച്ചില്ല എന്ന് പറയുന്നതിന് വേദപുസ്തകത്തിൽ എന്തില്ല? അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇല്ല, ഒരു വാക്യമില്ല. സോ ദയവ് ചെയ്ത് ഈ ഇത്തരം മണ്ടത്തരങ്ങൾ, അബദ്ധങ്ങൾ രക്ഷാശാസ്ത്രത്തോട് കണക്ട് ചെയ്ത് പറയരുത്. ഒരാശയപരമായി ഇതൊരു ഇൻറ്റേർണലി ഒരു സ്റ്റഡി ആയിട്ട് ചിലർക്ക് പറയണമെങ്കിൽ പറയാം. പക്ഷേ അത് ഒരു ഇൻറ്റേർണൽ ചർച്ചകൾ, ഡിസ്കഷൻ, ഡിബേറ്റിൽ വരേണ്ട കാര്യമാണ്. പബ്ലിക് മീഡിയയിൽ കയറി നിന്നിട്ട് കർത്താവ് യേശുക്രിസ്തു മാതാവിൻ്റെ മുലപ്പാൽ കുടിച്ചാൽ അത് തൻ്റെ രക്തം അശുദ്ധമാകുമായിരുന്നു, അതുകൊണ്ട് ദൈവം മറിയയിൽ അങ്ങനെ മുലപ്പാൽ നൽകിയില്ല എന്ന് പറയുന്ന ചിന്താഗതി തെറ്റാണ്. ഞാൻ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുന്ന, കർത്താവ് എല്ലാ കാര്യത്തിനകത്തും മനുഷ്യനെ പോലെ, നമ്മളെപ്പോലെ തന്നെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചു. 2 കാര്യത്തിനകത്താണ് കർത്താവിൽ നമ്മൾ പ്രധാനമായ വ്യത്യാസം കാണുന്നത്. ഒന്ന്, അവൻ പാപം കൂടാതെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവൻ പാപം കൂടാതെ ജീവിച്ചു. രണ്ടാമത്തെ കാര്യം, സാധാരണ ഒരു മനുഷ്യൻ ജനിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കുന്നതിന് വേണ്ടി ഒരു മാതാവും പിതാവും എന്നിടത്ത്, അതായത് പിതാവിനെ ദൈവം ലോകത്തിൽ നിന്നെടുക്കാതെ അത് ദൈവത്തിൻ്റെ അത്ഭുതത്താൽ സംഭവിക്കപ്പെട്ടു. ഇതിൻ്റെ അർത്ഥം നമ്മൾ മറിയയെ റെസ്പെക്റ്റ് ചെയ്യുന്നു, പക്ഷേ ദൈവമാതാവ് എന്നല്ല. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ ജനിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു കുഞ്ഞായി ഭൂമിയിൽ പിറവിയെടുക്കാൻ ദൈവം ആ ഉദരത്തെ ഉപയോഗിച്ചു എന്നത് ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. ദൈവത്തെ പ്രസവിച്ചു എന്നല്ല അതിൻ്റെ അർത്ഥം. മനുഷ്യനായ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ആ കുഞ്ഞിന് ജന്മം നൽകാൻ ദൈവം മറിയയെ ഉപയോഗിച്ചു. കാരണം മറിയയിൽ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ജനിക്കുന്നതിന് മുൻപ് ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലില്ല, പക്ഷേ ദൈവമായി അനാദി നിത്യതയിൽ കർത്താവായ യേശുക്രിസ്തു ദൈവമായിട്ടുണ്ട്. അപ്പോൾ മറിയയ്ക്കില്ലാത്ത ആ ഒരു അനാദി നിത്യത കർത്താവായ യേശുക്രിസ്തുവിനുണ്ട്. എന്നാൽ മറിയ ഇവിടെ ഉപയോഗിച്ചിരിക്കുമ്പോൾ ഒരു നല്ല
മാതൃകയുള്ള സ്ത്രീയായി. ആ പ്രവചനത്തിലുള്ളതുപോലെ തന്നെ കന്യക ഗർഭം ധരിച്ച് ദൈവത്താൽ നമുക്കൊരു അടയാളം കിട്ടി. ഈ ദൈവത്താലുള്ള അടയാളത്തിന് അതിനും വിവിധമായ അർത്ഥങ്ങളുണ്ട്. ലോകത്തിൽ പലതരത്തിലുള്ള മനുഷ്യരാലുള്ള അടയാളമുണ്ട്, പ്രകൃതിയാലുള്ള അടയാളങ്ങളുണ്ട്, മൃഗത്താലുള്ള അടയാളങ്ങളുണ്ട്, പിന്നെ ദുരാത്മാവിനാലുള്ള അടയാളങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് ദൈവത്താലുള്ള അടയാളമാണ്. അപ്പം മാനുഷികവും പ്രാകൃതവും അല്ലെങ്കിൽ മൃഗീയവും പൈശാചികവുമായ അടയാളങ്ങളെ അല്ല നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മൾ ദൈവത്താലുള്ള അടയാളങ്ങളെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഈ പറഞ്ഞിരിക്കുന്ന അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻ അനുസരിച്ച് 15-ാം വാക്യത്തിലും 16-ാം വാക്യത്തിലും തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ ബാലന് പ്രായം ആകുക എന്ന് പറഞ്ഞിരിക്കുന്ന സെൻസ് കോണ്ടെക്സ്റ്റ്, അത് അവരുടെ യഹൂദ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് യെശയ്യാവിൻ്റെ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നത്തെ ഇസ്രായേലിനും അരാം രാജാവിനും രസീനും പേക്കഹും ഈ 2 രാജാക്കന്മാർ അവർക്ക് നേരെ വരുമ്പോൾ യഹൂദ അശൂരിനെ കൂട്ടുപിടിക്കുകയും അങ്ങനെ അശൂരിനാലും യഹൂദയാലും ഇസ്രായേൽ നാശം സംഭവിക്കുക, അല്ലെങ്കിൽ ഇസ്രായേലിൽ ഒരുപാട് പേർ പ്രവാസത്തിൽ പോവുകയും പിന്നീട് ഇവർക്ക് തന്നെ യഹൂദയ്ക്ക് ഈ അതേ അശൂർ യഹൂദയ്ക്ക് കെണിയായി തീരുമ്പോൾ ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അന്ന് യഹൂദ വെറുക്കുന്ന 2 രാജാക്കന്മാർക്കെതിരെ ആ യെശയ്യാവിൻ്റെ കുഞ്ഞിന് പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ ഈ നിലയിൽ യോഗ്യമായതിനെയും അയോഗ്യമായതിനെയും തിരഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ അതിനകത്ത് ഏത് തള്ളണം ഏത് കൊള്ളണം എന്നുള്ളത് മനസ്സിലാക്കാൻ ആ കുഞ്ഞിന് പ്രായമാകുന്നതിന് മുമ്പ് ഈ നിശ്ചിത പീരീഡിനകത്ത് ഇത് സംഭവിക്കും എന്നതാണ് ആ പ്രവചനത്തിൻ്റെ അർത്ഥം. അല്ലാതെ കർത്താവായ യേശു ക്രിസ്തു തൈരും തേനും കൊണ്ട് മാത്രമാണ് ജീവിച്ചത്, മുലപ്പാൽ കുടിച്ചില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. തന്നെയല്ല, അഥവാ കുടിച്ചു എന്നോ കുടിച്ചില്ലെന്നോ തെളിയിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇവിടെ പറയേണ്ട കാര്യം ഇനി അഥവാ അങ്ങനെ കുടിച്ചാൽ അതുകൊണ്ട് കർത്താവിൻ്റെ ദൈവത്വം എവിടെയും നശിച്ചു പോകാൻ പോകുന്നില്ല. ഈ മുലപ്പാൽ കുടിച്ചാൽ ഉടനെ മാതാവിൻ്റെ രക്തം കുഞ്ഞിൻ്റെ ശരീരത്തിലോട്ട് വരാൻ, രക്തവും കളങ്കമാകാനും പോകുന്നില്ല. ഒരിക്കലും മാതാവിൻ്റെ രക്തവും ക്രിസ്തുവിൻ്റെ രക്തവും തമ്മിൽ മിങ്കിൾഡുമല്ല. അതാദ്യം മനസ്സിലാക്കണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചത് ദൈവിക പദ്ധതികൾ മേൽ ദൈവിക അടയാളത്തിനനുസരിച്ച് ദൈവികമായിട്ടുള്ളൊരു വലിയ പ്രൊജക്റ്റായിട്ടാണ്. സോ അത് ക്രിസ്തുവിൻ്റെ ജനനത്തിലും ജീവിതത്തിലും മിനിസ്ട്രിയിലും കഷ്ടാനുഭവത്തിലും മരണത്തിലും ഉയിർപ്പിലും തൻ്റെ ഓൾ ലൈഫിൽ നമുക്ക് നമ്മുടെ മുൻപാകെ എന്തായിരുന്നോ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കേണ്ടത് നടന്നിട്ടുണ്ട്. അപ്പം അതിന് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുക്കാൻ ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളുടെ പിന്നാലെ പോകരുത്. ഇനി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം, ദയവേത് ഇത്തരം അബദ്ധങ്ങൾ കേൾക്കുമ്പം അതിന് സ്തോത്രവും ഹല്ലേലൂയയും പറയുന്ന തരത്തിൽ സാധാരണക്കാരായ വിശ്വാസികൾ അധപ്പതിക്കരുത്. നിങ്ങൾ ദൈവവചനത്തെ വചനം കൊണ്ട് ഗ്രഹിക്കാനും അതേപോലെ തന്നെ ഇത് വികാരം കൊണ്ടല്ല, അത് ദൈവവചനത്തിൻ്റെ പഥ്യതയിൽ വിവേകം കൊണ്ടും വിവേചനം കൊണ്ടും തിരിച്ചറിയാനും പ്രാപ്തിയുള്ളവരായി മാറണം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.